നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ 2026 വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിനായി കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എതിരാളികൾ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയാണ്. മത്സരം നടക്കുന്ന അമേരിക്കയിലെ കാൻസസ് സിറ്റി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ മുക്കാൽ ഭാഗവും അർജന്റീന ആരാധകർ തന്നെയാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് അൾജീരിയ അർജന്റീനയെ കൊമ്പുകോർക്കാനെത്തുന്നത്. നിലവിൽ മിന്നും ഫോമിലൂടെ കളിക്കുന്ന ആഫ്രിക്കൻ കരുത്തന്മാർക്ക് നിലവിലെ ലോക ചാമ്പ്യന്മാരെ വീഴ്ത്താനാകുമോ എന്നതായിരുന്നു ചോദ്യചിഹ്നം. പല വമ്പന്മാരെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് അൾജീരിയയുടെ വരവ്. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ സൗദിയോടേറ്റ അപ്രതീക്ഷിത പരാജയം മെസ്സിയും കൂട്ടരും മറന്നിട്ടേയില്ല. അങ്ങനെ തിങ്ങി നിറഞ്ഞ കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിലേക്ക് അർജന്റീന തങ്ങളുടെ കിരീടം നിലനിർത്താൻ വേണ്ടിയുള്ള ആദ്യ പടിക്കു വേണ്ടി ആദ്യ മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. പോളിഷുകാരനായ മാർക്കിനിയാക്കാണ് മത്സരം നിയന്ത്രിക്കുന്നത്. അങ്ങനെ അൾജീരിയയെ നേരിടാനുള്ള അർജന്റീനയുടെ 11 ഇങ്ങനെയായിരുന്നു. ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ്, പ്രതിരോധത്തിൽ ഫക്കുണ്ടോ മെദീനയും ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യോ റൊമേറോയും ഗോൺസലോ മോണ്ടിയലും, മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, റോദ്രിഗോ ഡിപോൾ, തിയാഗോ അൽമേഡ, മുന്നേറ്റ നിരയിൽ ലൗതറോ മാർട്ടിനസും പിന്നെ നായകനായ ലിയോ മെസ്സിയും. 4-3-3 എന്ന ഫോർമേഷൻ ഉപയോഗിച്ചാണ് സ്കലോണി അൾജീരിയയെ നേരിടാനൊരുങ്ങുന്നത്. മറുഭാഗത്ത് ലോക ചാമ്പ്യന്മാരെ നേരിടാൻ സിദാനും നൗറിയും മസയും ബൗറിയുമെല്ലാം തകർപ്പൻ ഒരുക്കങ്ങളോടെ തന്നെയാണ് അൾജീരിയയും അർജന്റീനയെ നേരിടാനെത്തുന്നത്. ആദ്യ ടച്ച് അർജന്റീനക്കാണ്. അർജന്റീനയുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഹൈ പ്രസ്സിംഗ് ഫുട്ബോൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മധ്യനിര ആര് ഡൊമിനേറ്റ് ചെയ്യുമെന്ന കാത്തിരിപ്പിലായിരുന്നു ഫുട്ബോൾ ആരാധകർ. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകൾക്കും താളം കണ്ടെത്താനായില്ല. എന്നാൽ ആദ്യ 5-ാം മിനിറ്റിൽ തന്നെ ലിയോ മെസ്സി ഗോൾ വല കുലുക്കുന്നു. എന്നാൽ ഓഫ് സൈഡ് കെണിയിൽ കുടുങ്ങുകയായിരുന്നു ഗോൾ. മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റം പക്ഷേ ചെറിയ രീതിയിൽ ഓഫ് സൈഡിൽ കുടുങ്ങി. അൾജീരിയ വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് മത്സരത്തിലേക്ക് എത്തുന്നത്. ലിയോ മെസ്സിയുടെ ചെറിയ രീതിയിലുള്ള ഓഫ് സൈഡ് കെണിയിൽ അർജന്റീനക്ക് ആദ്യ ഗോൾ നഷ്ടമാകുന്നു. തൊട്ടടുത്ത നിമിഷം അൾജീരിയ ഗോൾ അടിക്കുന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം നിശബ്ദമാവുകയാണ്. അൾജീരിയ മത്സരത്തിൻ്റെ 7-ാം മിനിറ്റിൽ തന്നെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അർജന്റീനയിലെ പല ആരാധകരും സൗദിയോടേറ്റ പരാജയം പോലും സ്വപ്നം കണ്ടു. പക്ഷേ ഭാഗ്യത്തിന് ഈ ഗോളും ഓഫ് സൈഡിൽ കലാശിക്കുന്നു. ആദ്യ 10 മിനിറ്റിൽ തന്നെ ഇരു ടീമുകളും നേടിയ ഗോളുകൾ ഓഫ് സൈഡിൽ കലാശിക്കുകയാണ് ചെയ്തത്. ഒരു നിമിഷം അൾജീരിയ മുന്നിലെത്തിയെന്ന് അർജന്റീന ആരാധകർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഭാഗ്യം ഇവിടെയുമുണ്ട്. കാരണം അൾജീരിയൻ താരത്തെ കൃത്യമായി ഓഫ് സൈഡ് കെണിയിൽ കൊടുക്കാൻ അർജന്റീൻ പ്രതിരോധ താരങ്ങൾക്ക് സാധിച്ചു. ആദ്യ 10 മിനിറ്റുകളിൽ അൾജീരിയയുടെ കൗണ്ടർ അറ്റാക്കുകൾ മാത്രമാണ് കണ്ടത്. നൗരിയുടെ മുന്നേറ്റം സൂപ്പർ താരമായ ഗോൺസലോ മോണ്ടിയലിന് ഫൗൾ ചെയ്ത് വീഴ്ത്തേണ്ടി വന്നു. ആദ്യ 11-ാം മിനിറ്റിൽ തന്നെ അൾജീരിയക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. അൾജീരിയയുടെ മനോഹര മുന്നേറ്റം പക്ഷേ ലിയോ മെസ്സി തന്നെ വന്ന് ഡിഫെൻസ് ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിൻ്റെ 16-ാം മിനിറ്റ് മധ്യനിരയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ലിയണൽ മെസ്സി ബോക്സിന്റെ വെളിയിൽ നിന്ന് ഗോൾ കീപ്പറെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഒരു തകർപ്പൻ ഷോട്ട് ഉതിർക്കുന്നു. മഴവില്ല് കണക്കെ പന്ത് ഗോൾ വലയിൽ വിശ്രമിക്കുന്നു. ഇതാ ഒരു 38-കാരൻ ഗോൾ വല ചലിപ്പിച്ചിരിക്കുന്നു. അർജന്റീന 2026 വേൾഡ് കപ്പിന് വമ്പൻ തുടക്കം കുറിച്ചിരിക്കുന്നു. അതും തങ്ങളുടെ ക്യാപ്റ്റനായ ലിയണൽ മെസ്സിയുടെ മഴവില്ലായുള്ള ഗോളിലൂടെ. ഗോൾ കീപ്പറായ ലുക്കാസ് സിദാന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പന്ത് ഗോൾ വലയിൽ ചെന്ന് വിശ്രമിക്കുന്നു. ലിയോയിലൂടെ മത്സരത്തിൻ്റെ 17-ാം മിനിറ്റിൽ അൾജീരിയയുടെ പ്രതിരോധത്തെ വേപിച്ചുകൊണ്ട് അർജന്റീന മുന്നിലെത്തുകയാണ്. ഒരു ഗോളിന് പിന്നിലായ ആഫ്രിക്കൻ വമ്പന്മാർ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇടതു വലത് വിങ്ങിലൂടെ അവരുടെ കൗണ്ടർ അറ്റാക്കുകൾ വരുന്നു. പക്ഷേ അർജന്റീന പതിയെ മത്സരത്തിലൂടെ താളം കണ്ടെത്തുകയാണ്. പൊസിഷൻ ഗെയിമിങ്ങിലൂടെ അർജന്റീന തങ്ങളുടെ ക്രിയാത്മകമായ ശൈലി വീണ്ടെടുക്കുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ 24-ാം മിനിറ്റിൽ ഹൈഡ്രേഷൻ ബ്രേക്കിന് പിരിയുമ്പോൾ അർജന്റീന ഒരു ഗോളിന് മുന്നിലാണ്. അർജന്റീനക്കെതിരെ എങ്ങനെ ഗോളുകൾ തിരിച്ചടിക്കണമെന്ന കൃത്യമായ മന്ത്രമായിരിക്കാം അൾജീരിയൻ പരിശീലകൻ താരങ്ങൾക്ക് പകർന്നു നൽകുന്നത്. കാൻസസ് സിറ്റി ആവേശഭരിതമാണ്. കാരണം മെസ്സിയുടെ കാലിൽ നിന്ന് പിറന്ന മനോഹര ഗോളിൽ താങ്കളുടെ പ്രിയപ്പെട്ട ടീം മുന്നിലാണ്. അതും ലിയണൽ മെസ്സിയുടെ 38-ാം വയസ്സിൽ അദ്ദേഹം ഒരു മനോഹരമായ ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഗോൾ കീപ്പറായ ലുക്കാസ് സിദാനോ പ്രതിരോധ താരങ്ങൾക്കോ ഒരു ചാൻസും നൽകാതെയാണ് മെസ്സിയുടെ ഇടങ്കാലിൽ നിന്ന് ആ മഴവില്ലായുള്ള ഗോൾ പിറന്നിട്ടുള്ളത്. ആ ഗോളിലാണ് അർജന്റീന ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അർജന്റീന പൊസിഷൻ ഗെയിമിങ്ങിലൂടെ താളം കണ്ടെത്തി കഴിഞ്ഞു. അൾജീരിയൻ താരങ്ങൾ മാക്കലിസ്റ്ററിനെ എല്ലാം മധ്യനിരയിൽ നിന്ന് വീഴ്ത്തുകയാണ്.
കാരണം അർജന്റീനയുടെ ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോളിന് മുന്നിൽ അൾജീരിയക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. പൊസിഷൻ അർജന്റീന ഏറ്റെടുക്കുന്നു. എന്നാൽ ലോങ് ബോളുകളെ പലതവണ അർജന്റീന ആശ്രയിക്കുമ്പോഴും കൃത്യമായ ഫൗളിലൂടെയാണ് അൾജീരിയ അതിന് മറുപടി നൽകുന്നത്. മത്സരത്തിൻ്റെ 35-ാം മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. വിദൂരതയിൽ നിന്ന് ഗോൾ കീപ്പറെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ച മെസ്സിക്ക് പാളുന്നു. പന്ത് അകന്ന് തന്നെയാണ് പോകുന്നത്. അത്രയും ദൂരെ നിന്ന് ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ നോക്കിയതായിരുന്നു മെസ്സി. പക്ഷേ മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിലും അർജന്റീൻ മുന്നേറ്റങ്ങൾ തുടരെ കാണുന്നു. ഒരു ഗോൾ കൂടി തിരിച്ചടിക്കാനുള്ള അർജന്റീൻ ശ്രമങ്ങൾക്ക് പ്രത്യാക്രമണം നടത്തുകയായിരുന്നു അൾജീരിയ. അൾജീരിയയുടെ ക്യുക്ക് കൗണ്ടറുകളാണ് കണ്ടത്. മത്സരത്തിൻ്റെ 43-ാം മിനിറ്റിൽ മനോഹരമായ അൾജീരിയയുടെ ഒരു മുന്നേറ്റം കാണുന്നു. പക്ഷേ അത് ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല. തകർപ്പൻ ഷോട്ടാണെങ്കിലും ഓൺ ടാർഗറ്റിൽ നിന്ന് അകന്നാണ് പന്ത് പോകുന്നത്. മത്സരത്തിൻ്റെ ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് അൾജീരിയൻ സൂപ്പർ താരത്തിൻ്റെ തകർപ്പൻ ഷോട്ട് തൊട്ടുരുമ്മിയാണ് പുറത്തു പോയത്. അൾജീരിയ ഗോൾ അടിച്ചു എന്ന് തോന്നിപ്പിച്ചെങ്കിലും പക്ഷെ അതിനും സാധിച്ചില്ല. അർജന്റീനയുടെ ക്വിക്ക് കൗണ്ടറുകളെ അവർ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ് ചെയ്തത്. ആദ്യ പകുതിയുടെ തൊട്ടു മുമ്പായി അർജന്റീനക്ക് വീണ്ടും അനുകൂലമായൊരു ഫ്രീ കിക്ക്. ഇത്തവണ ഫ്രീ കിക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ മാക്കലിസ്റ്ററിന് സാധിക്കുന്നില്ല. അങ്ങനെ ആദ്യ പകുതി പിരിയുമ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ലിയോ മെസ്സിയുടെ ഗോളിലൂടെ അൾജീരിയക്കുമേൽ ഒരു ഗോളിൻ്റെ ലീഡുമായാണ് ആദ്യ പകുതി പിരിയുന്നത്. അർജന്റീനയുടെ പൊസിഷൻ ഗെയിമിങ്ങിനുമേൽ അൾജീരിയയുടെ കൗണ്ടർ അറ്റാക്കുകൾ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ അൾജീരിയക്ക് തിരിച്ചു വരാനാകുമോ? കാൻസസ് സിറ്റിയിലുള്ള തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകർ വമ്പൻ ആർപ്പുവിളികളുമായി ഏറെ സന്തോഷത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീം അർജന്റീന ഒരു ഗോളിന് മുന്നിലാണ്. അങ്ങനെ കാത്തിരുന്ന രണ്ടാം പകുതിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇത്തവണ അൾജീരിയയുടെ ടച്ചോട് കൂടിയാണ് മത്സരം. അതേസമയം മോണ്ടിയലിന് പകരം മൊളിനെ കളത്തിലേക്ക് ഇറക്കുകയാണ് പരിശീലകനായ സ്കലോണി. മത്സരത്തിൻ്റെ 50-ാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഷോട്ട് കണ്ടെങ്കിലും പക്ഷേ വ്യത്യാസത്തിലൂടെ പന്ത് പുറത്തേക്ക് പോകുന്നു. ഗോൾ പോസ്റ്റിനെ പരീക്ഷിക്കാൻ മെസ്സിക്ക് സാധിച്ചില്ല. 50 മിനിറ്റ് ആകുമ്പോഴും അർജന്റീനയുടെ മുന്നേറ്റങ്ങളാണ് കാണുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലും അർജന്റീന കളം നിറഞ്ഞ് കളിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്സരത്തിന് 53-ാം മിനിറ്റിൽ ലൗത്തരോ മാർട്ടിനസിൻ്റെ തകർപ്പൻ ഷോട്ട് ഗോൾ കീപ്പർ ലുക്കാസ് സിദാൻ തട്ടി അകറ്റുന്നു. ഗോളെന്നുറപ്പിച്ച ഷോട്ടായിരുന്നു ലുക്കാസ് സിദാന്റെ കൈകൾ നിഷ്പ്രഭമാക്കിയത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സ്കലോണി കാര്യമായ മാറ്റങ്ങൾ തന്നെ വരുത്തുകയാണ്. ഹൂലിൻ അൽവരസിനെയും നിക്കോ ഗോൺസലസിനെയും കളത്തിലേക്ക് ഇറക്കുന്നു. ലൗത്തറോയെയും തിയാഗോ അൽമെഡയെയും പിൻവലിച്ചുകൊണ്ടാണ് അർജന്റീൻ പരിശീലകനായ സ്കലോണി കൃത്യമായ മാറ്റം വരുത്തിയത്. ഇതോടെ അർജന്റീനയുടെ മുന്നേറ്റ നിരക്ക് മൂർച്ഛം കൂടുകയാണ്. ഇടതടവുകളില്ലാതെ അർജന്റീന അൾജീരിയയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച പന്ത് ലിയണൽ മെസ്സി റീബൗണ്ട് പിടിച്ചെടുത്തുകൊണ്ട് ഗോൾ കീപ്പറെ അനായാസം ബീറ്റ് ചെയ്തുകൊണ്ട് ലിയോ വീണ്ടും ഗോൾ വല ചലിപ്പിക്കുന്നു. ലുക്കാസ് സിദാനെ കാഴ്ചക്കാരാക്കിക്കൊണ്ടാണ് മെസ്സിയുടെ വീണ്ടും ഗോൾ വല ചലിപ്പിക്കൽ. ഇതാ മത്സരത്തിൻ്റെ 59-ാം മിനിറ്റിൽ അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. മാക്കലിസ്റ്ററിൻ്റെ തകർപ്പൻ ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയിടുന്നു. പിന്നാലെ വന്ന ലിയണൽ മെസ്സി, ആരാലും മാർക്ക് ചെയ്യപ്പെടാതിരുന്ന മെസ്സി കൃത്യമായി കൊണ്ട് തന്നെ പന്തിനെ വലയിലേക്ക് എത്തിക്കുന്നു. വീണ്ടും മെസ്സിയുടെ ഹാട്രിക് എന്ന് തോന്നിപ്പിച്ച നിമിഷം തകർപ്പൻ ഷോട്ട്. പക്ഷേ ഗോൾ കീപ്പർ ലുക്കാസ് സിദാന്റെ തകർപ്പൻ രക്ഷപ്പെടുത്തലോടെ അൾജീരിയ വീണ്ടും രക്ഷപ്പെടുന്നു. ഗോളെന്നുറപ്പിച്ച ഷോട്ട് ഒരു തകർപ്പൻ സേവിലൂടെയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ 68 മിനിറ്റ് ആകുമ്പോൾ അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിലാണ്. അതായത് രണ്ടാം പകുതിയുടെ ഹൈഡ്രേഷൻ ബ്രേക്ക് പിരിയുമ്പോൾ മെസ്സിയുടെ തകർപ്പൻ ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തി. അൾജീരിയയുടെ തിരിച്ചുവരവുകൾക്കുള്ള എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് അർജന്റീന നിലവിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹൈബോൾ പൊസിഷനിലൂടെ അർജന്റീന തന്നെയാണ് കളി കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ അർജന്റീനക്കെതിരെ കൂടുതൽ ഫൗളുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ വരികയാണ് അൾജീരിയക്ക്. മത്സരത്തിൻ്റെ 75-ാം മിനിറ്റ് അർജന്റീൻ സൂപ്പർ താരമായ ലിയണൽ മെസ്സി ബോക്സിന് പുറത്തു നിന്നും ഒരു തകർപ്പൻ ഗ്രൗണ്ടർ പായിക്കുന്നു. ഇത്തവണ ലക്ഷ്യം പോസ്റ്റിൻ്റെ വലതുമൂലയായിരുന്നു. അതേ മെസ്സി ലക്ഷ്യം കാണുന്നു. അർജന്റീന 3 അൾജീരിയ 0. ലിയോ മെസ്സി തൻ്റെ ഫുട്ബോൾ വേൾഡ് കപ്പ് കരിയറിലെ ആദ്യ ഹാട്രിക് 2026 വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ സ്വന്തമാക്കുന്നു. ഗോൾ കീപ്പർ ലുക്കാസ് സിദാൻ ഒരവസരവും നൽകാതെ ലിയോ ഹാട്രിക് പൂർത്തീകരിച്ചിരിക്കുന്നു. പന്തിനെ പോസ്റ്റിൻ്റെ വലത് മൂലയിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ലിയണൽ മെസ്സി മത്സരത്തിൻ്റെ 75-ാം മിനിറ്റ് ആയപ്പോഴേക്കും ഹാട്രിക്കുമായി കളം നിറയുകയാണ്. ഇതോടെ പരിശീലകനായ സ്കലോണി ലിയണൽ മെസ്സിയെ പിൻവലിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ 10,000 മെസ്സിക്കായി ആർത്തു വിളിക്കുകയാണ്.
കാൻസസ് സിറ്റിയിൽ മെസ്സി മെസ്സി എന്ന മയം മാത്രമാണ് കേൾക്കുന്നത്. ലിയണൽ മെസ്സി ഇതാ അർജന്റീനയെ തോളിലേറ്റിക്കൊണ്ട് ആദ്യ മത്സരത്തിൽ 3 ഗോളിൻ്റെ ഗംഭീര വിജയം നേടിക്കൊടുത്തിരിക്കുന്നു. മെസ്സിക്കു പകരം യുവ സൂപ്പർ താരം നിക്കോ പാസിനെ കളത്തിലേക്ക് ഇറക്കുകയാണ് സ്കലോണി. അങ്ങനെ മത്സരം 80 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും അർജന്റീന 3 ഗോളിന് മുന്നിൽ. പല താരങ്ങളെയും മാറ്റി പരീക്ഷിക്കുന്നുണ്ട് അൾജീരിയ. മത്സരത്തിൻ്റെ 85-ാം മിനിറ്റിൽ പോസ്റ്റിന് തൊട്ടടുത്ത് നിന്ന് അൾജീരിയക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. മക്കലിസ്റ്ററിൻ്റെ ഫൗളാണ് ഫ്രീ കിക്കിൽ കലാശിക്കുന്നത്. അങ്ങനെ ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാനുള്ള അൾജീരിയൻ ശ്രമമാണ് കാണുന്നത്. ഫ്രീ കിക്ക് എടുക്കുന്നത് സക്ഷൽ റിയാദ് മെഹ്റസ് ആണ്. റിയാദ് മെഹ്റസിൻ്റെ ഫ്രീ കിക്ക് ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ റഫറിയുടെ ഫൈനൽ വിസിൽ. ആദ്യ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അർജന്റീന അൾജീരിയക്കുമേൽ സർവാധിപത്യത്തിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അതും ലിയോ മെസ്സിയുടെ ഹാട്രിക് മികവിൽ. അർജന്റീന 3 അൾജീരിയ 0. വാട്ട് എ മാച്ച്, വാട്ട് എ പെർഫോമൻസ് ബൈ ലിയോ മെസ്സി.